നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗീവ് അവേ നടക്കാന്നറിയാലോ. നമ്മളുടെ ഓരോ ദിവസത്തെയും വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസിൽ നിന്ന് ഒരു ഐറ്റം അതായിരിക്കും. അത് ഇന്നത്തെ ഐറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയണേ, ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ എന്താ കുർത്തി എന്ന് പറയുന്നത് ഇത്ര ഓർമ്മ വന്നല്ലേ. പ്രീമിയം കുർത്തീസാണ്. ഒരു 1500 എബോ റേറ്റ് ഉള്ള കുർത്തീസാണ് കാണിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ മുതലാകുമെന്ന് ഞാൻ പല തവണയായിട്ട് ചിന്തിക്കുന്നു. പിന്നെ പറഞ്ഞു പോയതല്ലേ, നമുക്ക് നോക്കാം. നല്ല നല്ല കമന്റ്, നമുക്ക് എന്താ പറയുക, ഹൃദയസ്പർശിയായിട്ടുള്ള കമന്റുകൾ വരുമ്പോൾ നമുക്ക് അതിന് ഒരു വാല്യൂ, അതിന് മണി വാല്യൂ അല്ലല്ലോ, അതിലും വലിയ വാല്യൂസ് ഹൃദയത്തിനില്ലേ, അതുകൊണ്ട് കൊടുക്കാം. ഇന്നലത്തെ കമന്റിന്റെ ഒരു ചുരിദാർ എടുത്തു വെച്ചില്ല, ഒരു 1380 രൂപയുടെ ഒരു സെമി ടസറിന്റെ ചുരിദാറാണ് സമ്മാനം. വിജയുടെ പേര് കവിത ഡെന്നി എന്നാണ്. ആ ആള് നമ്മളെ വിളിച്ചിട്ട് കമന്റ് പറയണം. ഈ സ്ക്രീനിൽ കിടക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് കമന്റ് ഏതാണെന്നൊന്ന് പറയണം. കാരണം കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഇതുണ്ടായി. ഒരേ പേരിൽ ഒരു കോമൺ ആയിട്ടുള്ള പേരുകളൊക്കെ വരുമ്പോൾ കവിത എന്നൊക്കെ ഒത്തിരി പേർക്ക് പേരുണ്ടല്ലോ. അപ്പോൾ പേര് വരുമ്പോൾ അവനവന് ഡൗട്ടാകും, ഇനി ഞാനാണോ എന്നുള്ള ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് കമന്റ് എന്ന് പറഞ്ഞാൽ. നമ്മളുടെ അറിയാം കമന്റ് ഏതാണ്. അപ്പം അവർക്ക് അവരുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ട് എന്നാ ചെയ്യും, ചുരിദാർ അയച്ചു തരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന കുറച്ച് പ്രീമിയം കുർത്തീസിന്റെ കളക്ഷനാണ്. ഈ പെരുമഴക്കാലത്ത് പ്രീമിയം കുർത്തീസോ എന്ന് നിങ്ങൾ വിചാരിക്കും. മീൻസ് പെരുമഴക്കാലമൊക്കെ ഇപ്പം അങ്ങ് പോകില്ലേ. ഇനിയിപ്പോൾ ഓണം നോക്കി നിൽക്കുമ്പോൾ ഒരു മാസം, ഇപ്പം ജൂൺ മാസം തീരും, ജൂലൈ ആവും, പിന്നെ ഓണമായി. ജൂലൈ കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് കൂട്ടാനില്ല. ഓഗസ്റ്റ് ബിഗിനിങ് തൊട്ട് ഓണത്തിന്റെ പർച്ചേസും കാര്യങ്ങളും എല്ലാം അല്ലേ എല്ലായിടത്തും. ഇപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊക്കെ ഓരോ അസോസിയേഷനും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഇപ്പോഴേ മനസ്സിൽ വിചാരിക്കും, അന്ന് ഓണത്തിന്റെ സെലിബ്രേഷൻ എന്തുവാ ഇടേണ്ടത് ഇങ്ങനെ ഇപ്പോഴേ ചിന്തിക്കാൻ തുടങ്ങി. ലേഡീസൊക്കെ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഒരു പ്രീമിയം കുർത്തീസ് കാണിക്കുന്നു. അതിന് മുന്നേ ഒരു കാര്യം കേൾക്കണം കേട്ടോ. ഇന്നത്തെ ഗീവ് അവേയിൽ ഏറ്റവും ബെസ്റ്റ് കമന്റിന് ഇന്നത്തെ കാണിക്കുന്നതിന് ഒരു കുർത്തി സമ്മാനമുണ്ട്. നാളെ ബ്ലൗസിന്റെ വീഡിയോ ആണ്, നാളെ വൈകുന്നേരം. അതിനകത്ത് നിങ്ങൾ ബ്ലൗസ് കാണണം. നിങ്ങൾ 10-13 കളേഴ്സ് ഉണ്ട്. നിങ്ങൾക്കെല്ലാം ഇന്നലത്തെ കാണിച്ച വീഡിയോയിൽ ഞാൻ വെയർ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ബ്ലൗസിന്റെ വീഡിയോ ആണ് നാളെ കാണിക്കുന്നത്. പിന്നെ അടിപൊളി ബ്ലൗസുകൾ ഓൺ ദ വേ ആണ്. ഓണത്തിന് മുന്നേ ആയിട്ട് ഇങ്ങനെ ഒത്തിരി നല്ല നല്ല പാർട്ടി വെയർ ബ്ലൗസുകൾ വരുന്നുണ്ട്. ബ്ലൗസിന്റെ ആവശ്യക്കാരറിയാൻ വേണ്ടിയിട്ട് പറയാം. അപ്പം നമുക്ക് കുർത്തി കാണാം. ബാ, കണ്ടോ, ഇതിപ്പോൾ പ്രീമിയം കുർത്തി എന്ന് പറയുന്നത് സൂപ്പർ പ്രീമിയം കുർത്തീസാണ്. 1690 690 അല്ല, 1690 അല്ലേ ഇതല്ല, എല്ലാത്തിനും 1690 രൂപയുടെ കുർത്തിയാണ് എല്ലാം. നിങ്ങൾ അത് പ്രീമിയമാണ്. അതിനകത്ത് അതിൻ്റെ വർക്ക് കാര്യങ്ങൾ, ഇഗാദേഴ്സ്, ഇതൊക്കെ ഒത്തിരി മണിക്കൂറുകൾ എടുത്ത് ചെയ്യുന്ന സംഭവങ്ങളാണ്. എല്ലാം പേസ്റ്റൽ കളറുകളിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു ലൈറ്റ് പീച്ച് എന്ന് പറയാം. കണ്ടോ, ഇത് ഓവർ സൈസ്. ഇതിപ്പോൾ ഉണ്ടല്ലോ, സ്മോള് തൊട്ടുണ്ട്. ചിലതിന് സ്മോളുണ്ട്, ചിലതിന് ലാർജും എക്സലും. സ്മോള് മീഡിയം ലാർജ് എക്സൽ. വളരെ കുറച്ചൊന്നേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഡെയിലി വീഡിയോ ഉണ്ട്. ബ്ലാക്ക് കണ്ടോ, വർക്ക് കണ്ടോ. ഇവിടെ സെൻട്രൽ പോർഷനിൽ ഒരു ഗാദേഴ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുക. നല്ല ജെറ്റ് ബ്ലാക്കാണ്. നെക്കിൽ ഇങ്ങനെ ഒരു വർക്ക്, വീനെക്ക് വന്നിട്ട് കയ്യിലും ആ ഒരു വർക്ക്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് എനിക്ക് തോന്നുന്നു സ്മോൾ. ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട്. അല്ല, കളേഴ്സ് അല്ല, സൈസ് ഉണ്ട്. പിന്നെ ഇതായിട്ട് നല്ല ലാവണ്ടർ ഷെയ്ഡ്, നല്ല പാർട്ടി വെയർ കുർത്തീസ് ആട്ടോ. പ്രീമിയം ആണ്, പാർട്ടി വെയർ ആണ്. ഇങ്ങനെയാണ് എല്ലാമാണ്. ഈ കുർത്തി ഇത് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് കറക്റ്റ്, ഇത് ബാക്കിലത്തെ ടക്ക് വരെയും ഇട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഷേപ്പ് ചെയ്യേണ്ട ഒന്നും വരത്തില്ല. നമ്മുടെ സൈസ് കറക്റ്റ് ആണെങ്കിൽ, എനിക്കൊക്കെ എൻ്റെ ബായി, ഞാൻ ഇന്നലെ കഥ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ബായി തയ്ക്കുന്നത് എക്സൽ എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അളവെടുത്ത് തയ്ക്കുന്നതിനെ കഴിഞ്ഞ് എനിക്ക് കറക്റ്റാണ്. അപ്പോൾ അത്രയും നിങ്ങളുടെ അളവ് കറക്റ്റാണ്. ചിലർക്ക് ഈ
ഇടയ്ക്കായിരിക്കും. എനിക്ക് ലാർജും എക്സൽ ഇപ്പം ഇച്ചിരി വണ്ണം വെച്ച് കണ്ടാൽ തന്നെ അറിയത്തില്ല, വണ്ണം കുറച്ച് കൂടി. കാരണം ബേക്കറി സാധനങ്ങളെ കഴിപ്പും ഇപ്പം നമുക്കൊരു പുതിയ ലോകം തുടങ്ങിയിരിക്കുകയാണെ. അഴുക്ക ആരും അനുകരിക്കരുത്. എന്നാലും ഞാൻ പറയാം, ഈ ബജ്ജി ഇല്ലേ, ബജ്ജിക്കടയിലെ ബജ്ജി, മഴ പെയ്യുമ്പോഴേ വെളിയിൽ പോയി ഇങ്ങനെ ഈ ബജ്ജിയും ചായയും കുടിക്കുന്ന ഒരു രോഗമായി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് ഇത് തന്നെ ഒരു ഇതായിപ്പോയെന്നെ. അപ്പോൾ അതുകൊണ്ടുണ്ടല്ലോ, അത് അഴുക്കാണ്, അത് കഴിക്കരുത്, അതൊരു ശീലമാക്കി കളയരുത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതായിട്ട് വെയിറ്റ് കുടിച്ചിട്ടുണ്ട്. അതിൻ്റെ മുഖത്തറിയാം. അതുകൊണ്ട് ലാർജിനും എക്സലിനും ഇടയ്ക്ക് കിടന്ന ഞാനിപ്പോൾ കറക്റ്റ് എക്സലായി. എന്നൊക്കെ ഒരു കുത്തി വാങ്ങിക്കണമെങ്കിൽ കഥ കേൾക്കണം അല്ലേ. ഒരു പിസ്ത ഗ്രീൻ്റെ ലൈറ്റ് നേർത്ത് വരുന്ന ഒരു ഷെയ്ഡ്, പേസ്റ്റൽ കളറുകളായല്ല. ഇത് പിസ്ത ഗ്രീനാണ്. അപ്പോൾ ഇതെന്നായിരിക്കും? ഇതെന്നെ 5 കളർ പറഞ്ഞു. 5 നോക്കാതെ നിൽക്കുവാണേ. ഞാൻ ഈ നാട്ടുകാരിയേ ഇല്ല എന്നുള്ള രീതിക്ക്. പൗഡർ ബ്ലൂ കണ്ടോ, വർക്ക് കണ്ടോ, നല്ല ലെങ്ത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എടുക്കാതെ ആദ്യം നേരം ഓരോ പീസ് ഏതൊക്കെയോ കാണിക്കാത്തല്ലേ ഇവിടെ വന്നത്. ലെങ്ത്ത് നോക്ക്, നല്ല ലെങ്ത് ഉണ്ട്. 48-49 ഇഞ്ച് ലെങ്ത് ഉണ്ട്. എല്ലാം ഒന്നും പിശുക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. 3 മീറ്റർ തുണിയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ബാക്കി കാണിച്ചോ? ഇത് കാണിച്ചോ? ഇല്ല, ഇത് കാണിച്ചില്ല. ഇട്ടോണ്ട് കാണിക്കാമായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ. പൗഡർ ബ്ലൂവിൻ്റെ തന്നെ വേറെ മുമ്പേ കാണിച്ച ബ്ലാക്കിൻ്റെ വേറൊരു കളർ പാറ്റേൺ. ഇത് 3 പീസ് സെറ്റാണ്. പാനൽ കട്ട്, അങ്കൽക്ക സ്റ്റൈലിലുള്ള എന്നതാ നെക്കൊക്കെ ചെയ്തിട്ട് നല്ല പാനൽ കട്ടാണ്. അനാർക്കലിയാണ്. ഇത് ഈ പറയുന്ന പോലെയുണ്ട്, നല്ല ഫ്ലെയറൊക്കെ ഉണ്ട്. ടോപ്പ് ഇത്, ബോട്ടം ഇത്, ദുപ്പട്ട ഇത്. കോട്ടൺ ആണ്. ഇത് കോട്ടൺ ആണ് കേട്ടോ. മറ്റേതെല്ലാം നല്ല പ്യുവർ ഫോക്സ് ജോർജറ്റിൻ്റെ മെറ്റീരിയലുകളായിരുന്നു. ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ള, അതുകൊണ്ടല്ല ഞാൻ കാണിക്കാത്തത്. പുതിയ കുർത്തീസ് ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളുടെ ഓൺ കുർത്തി ഇപ്പം പ്രീമിയം കളക്ഷൻസ് കുറച്ച് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പുതിയ കുർത്തി കാണിക്കാത്തത്. ഞാൻ വേറെ ഒരു സാധനം കൂടെ കാണിക്കാം എന്ന് പറഞ്ഞു. നമുക്ക് ഓണത്തോടനുബന്ധിച്ച് എല്ലാ കൊല്ലം ഞാൻ കൊണ്ടുവരുന്ന സാരികളിൽ എന്ന് വെച്ചാൽ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഓണത്തിന് ഇപ്പോൾ സെറ്റ് സാരി ഉടുക്കുന്നവർക്ക് സെറ്റ് സാരി ഉടുക്കാം. പക്ഷെ പലർക്കും എന്നാ ചോദിച്ചാൽ സെറ്റ് സാരിയെ കഴിഞ്ഞും കൂടുതൽ ഒരു ഒക്കേഷണലി അല്ലാതെ ഉടുക്കാൻ പറ്റുന്ന സാരികളാണ് പലർക്കും താല്പര്യം. അപ്പോൾ അങ്ങനത്തെ സാരികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി എൻക്വയറിയും വരുന്നുണ്ട്, പ്രത്യേകിച്ചും വിദേശത്തു നിന്നൊക്കെ ഒത്തിരി എൻക്വയറിയും വരുന്നുണ്ട്. ഈ സാരി ഞാൻ അടുത്ത ദിവസം ഉടുത്തും കൂടെ കാണിക്കാം. നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ് അഞ്ചു നമ്മുടെ റെഡിമെയ്ഡ് ബ്ലൗസ്, ഒരു മെറൂണിൻ്റെ റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട്. അതും കൂടെ കൂട്ടി ഞാൻ ഇട്ട് തന്നെ കാണിക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരേ മോഡൽ ഈ ബോഡിക്ക് പ്രിൻറ്റുകൾ വ്യത്യാസത്തിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് കേരള സാരിയായിട്ട് പക്ക കേരള സാരിയായിട്ട് വേണമെങ്കിൽ ഉടുക്കാം. അല്ലാതെ എടുക്കണം, അല്ലാത്ത ഫംഗ്ഷൻ ഇപ്പം നമുക്ക് ചർച്ച് വെയറായിട്ടോ ഒരു കല്യാണത്തിന് പോകണമെങ്കിലോ അങ്ങനെയൊക്കെ ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഇത് കണ്ടോ, ഈ ബ്ലൗസ് നാളത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ മോഡൽ ബ്ലൗസ് കണ്ടോ. ഈ സാരിയൊക്കെ ഉടുത്ത് ഈ ബ്ലൗസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. തനി കേരള ലുക്ക് തോന്നിക്കും. നമുക്കിനി ഇതിൻ്റെ വിത്ത് ബ്ലൗസ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അല്ലാതെ തോന്നിക്കും. അതിൻ്റെ മോഡൽ സാരീസാണ്.
ഇതുണ്ടോ, ഇതിന് വ്യത്യാസം എന്നാണെന്നറിയോ? ഈ ബോഡിയിലെ ഈ പ്രിന്റ് ഇല്ലേ, ഈ പ്രിന്റ് അതിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. സെമി ടസറാണ് മെറ്റീരിയല്. ഈ വർഷവും നമ്മൾ എല്ലാ വർഷവും നമുക്കിത് ഓണത്തിന് വരുന്നതുവാ. എല്ലാവർക്കും ഒത്തിരി താല്പര്യമുള്ള ഒരു സാരി ഇതുണ്ട്. ഈ ബോഡിയിലെ പ്രിന്റിലുള്ള വ്യത്യാസമുള്ളത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ കേട്ടോ. ഇതൊന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇത് എന്നാ വ്യത്യാസം തോന്നും, എല്ലാം ഒന്നാമേ തെറ്റിദ്ധരിക്കും നമ്മൾ. ബോർഡറെല്ലാം മുമ്പേ കാണിച്ചതിന് സമം. പിന്നെ അത് വേണ്ട, നമുക്ക് ചിലർക്ക് സിൽവറിനോടൊക്കെ ഇപ്പോൾ ഓണത്തിന് എന്താ വെറൈറ്റി നോക്കി ആൾക്കാർ നടക്കുന്നത്. അപ്പം സിൽവർ ഇഷ്ടമുള്ളവരുണ്ട്. സിൽവർ ഇപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ബ്ലാക്ക് മെറ്റലിൻ്റെ ഒക്കെ ഓർണമെൻറ്റ്സും ഒക്കെ ഇട്ടിട്ട് സിൽവർ മെറ്റീരിയലൊക്കെ ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും. സിൽവർ സെറി വരുന്ന ടിഷ്യൂ സിൽക്കിൻ്റെ സാരിയാണ്. ഇതുണ്ട് മുന്താണി വന്നിട്ട് ഇത് നല്ല എന്നാ പറയുന്നത് ഒരു സൈസ് ഗ്രാൻഡ് ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന ഒരു സൈസ് സാരിയാണ്. പക്ഷെ പ്രീമിയം ആയിട്ടുള്ള റേറ്റ് ഇല്ല. ബ്ലൗസ് വരുമ്പോൾ ഈ ടിഷ്യൂ സിൽക്കിൻ്റെ ഈ ഒരു ബ്ലൗസ് വരും. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇടാം. സിൽവറിൻ്റെ റെഡിമെയ്ഡ് ബ്ലൗസ് വരുന്നുണ്ട്, അത് വേണമെങ്കിൽ ഇടാം. അങ്ങനെ പല രീതിക്ക് നിങ്ങൾക്ക് വെയർ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഈ സാരിയുടെ പ്രിൻറ്റിങ്ങനെ ഇങ്ങോട്ടെടുത്ത് ചേർച്ച് ഇതിൻ്റെ തന്നെ വേറൊരു പ്രിൻ്റ് കണ്ടോ. ഇങ്ങനെ ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ പോലെ ഒരു ബ്ലാക്ക്, എനിക്ക് തന്നെ ഈ ബ്ലാക്ക് മെറ്റൽ എന്നൊക്കെ പറയുന്നത് ആ ഒരു ഇതില്ലേ, ബ്ലാക്കിൻ്റെ ഒരു സെറി വരികയല്ലേ, അത് ബ്ലാക്ക് മെറ്റൽ എന്നൊക്കെ. ആ ബ്ലാക്ക് മെറ്റലിൻ്റെ ഓർണമെൻറ്റ്സ് ഞാൻ ഇപ്പോൾ ഈ സെക്കൻഡ് എൻ്റെ മനസ്സിൽ കൂടെ പോയൊരു കാര്യം, അത് വായി വന്നപ്പോൾ അതായിപ്പോയി. ബ്ലാക്ക് മെറ്റലിൻ്റെ ഓർണമെൻറ്റ്സ് ഇതിൻ്റെ കൂടെ ഇടുവാണെങ്കിൽ നല്ല, അല്ലെങ്കിൽ ബ്ലാക്ക് കളറുള്ള ഓർണമെൻറ്റ്സ് ഇടുവാണെങ്കിൽ ഭയങ്കര ഒരു ലുക്കായിരിക്കും. നമ്മൾ ഓണത്തിൻ്റെ ആ ഒരു ഗെറ്റപ്പിലേക്ക് വരുമ്പോഴേ ഭയങ്കര രസമായിരിക്കും ഞാൻ മനസ്സിൽ വിചാരിക്കാം. എൻ്റെ മനസ്സിലും ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഓണത്തിന് ഇങ്ങനെ ഒത്തിരി പ്ലാൻ ചെയ്തൊന്നും നടക്കത്തുമില്ല. അതാണ് എൻ്റെ വലിയൊരു കാര്യം. പിന്നെ ഇത് ഒത്തിരി കളക്ഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനത് പിന്നീട് കാണിക്കാം. ഇപ്പോഴേ ഓണക്കോടി കാണിക്കാനായില്ല. പക്ഷേ വിദേശത്തോട്ടൊക്കെയുള്ള ആൾക്കാർ ഇപ്പോഴേ വേണം അവർക്ക്. കാരണം അവർക്ക് അവിടെയൊക്കെ കിട്ടിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും സമയമെടുക്കും. ഇത് കണ്ടോ, ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ടിഷ്യൂ സിൽക്കിൻ്റെ സാരി ഇതൊക്കെ വന്നു തുടങ്ങി. കഴിഞ്ഞ ദിവസം എല്ലാം ഒത്തിരി എൻക്വയറി ഫോട്ടോ ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ച് വന്നിട്ടുണ്ടായി. ഗ്രൂപ്പായിട്ടുള്ളതൊക്കെ ഗ്രൂപ്പായിട്ട് ഇത് മുന്താണിയാണേ. ഗ്രൂപ്പായിട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അത് ഇപ്പം ഗ്രൂപ്പായിട്ട് കൊടുക്കാൻ മാത്രമുള്ള, അതായത് ഒരെണ്ണത്തിന് തന്നെ 10-25 പീസൊക്കെ ചോദിക്കുമ്പോൾ അതിപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാവും ഫോട്ടോ ഇട്ട് തരാം കേട്ടോ. പക്ഷേ എന്നാലും കുറച്ചൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. നമ്മൾ ഓണത്തിൻ്റെ അത്രയും ഹെവി ആയിട്ട് വരാൻ തുടങ്ങിയിട്ടില്ല. ഇതുണ്ടോ, ഹെവി ആയിട്ട് ഇപ്പോൾ അടുത്ത മാസം തൊട്ട് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങും. അതാണ് വേറെ സാരി. അതിൻ്റെ പല ഇവിടുത്തെ ഈ ഫ്ലോറിൻ്റെ കളർ മാറുന്നത് ധാരാളമായിട്ട് ഉണ്ട്. അതൊക്കെ പിന്നെ കാണിക്കാം കേട്ടോ, വേറെ ദിവസം കാണിക്കാം. ഇങ്ങോട്ടിട്ട് കാണിച്ച് കണ്ടോ, മുന്താണിയുടെ ഭാഗത്ത് വരുന്ന പാർട്ട് വരുന്ന ഇതാ. ഇതിനൊന്നും വലിയ റേറ്റ് ഇല്ല. റേറ്റ് ഞാൻ പറഞ്ഞുതരാം. വലിയ ഓവറായിട്ടുള്ള റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല. 890 രൂപയുള്ളൂ, വെറും 890 രൂപയുള്ളൂ ഇതിൻ്റെയൊക്കെ വില. നോക്ക്, ഇപ്പോഴത്തെ ഏറ്റവും വലിയ നല്ല മോഡലുമാണ്. കണ്ടോ, ഓണത്തിനൊക്കെ ഇങ്ങനത്തെ വെറൈറ്റി ഉടുക്കുന്നത് നല്ല, നമുക്ക് അല്ലാത്തപ്പോഴും ഉടുക്കാമല്ലോ. ഇത് ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിച്ചാൽ മതി. നിങ്ങൾ ഇതിൻ്റെ ബ്ലൗസ് വെച്ച് തയ്ക്കാനൊന്നും മെനക്കെടും. ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിക്കുക, അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിടുക. നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങും ഫിറ്റിങ്ങുമായിട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് ബുദ്ധിമുട്ടും ഇല്ല. ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് റേറ്റിൽ ഇത് 1000 രൂപ, ബിലോ 1000 എല്ലാം ഒതുങ്ങും. നല്ലതല്ലേ അല്ലേ? അപ്പം നല്ല കമൻറ്റ് ഇടുക. ഇതിലൊരു സാരിയോ ഒരു ചുരിദാർ സെറ്റോ ആയിരിക്കും. ചുരിദാർ സെറ്റല്ല, കുർത്തി. എന്നെ രാവിലെ തൊട്ട് കുർത്തി എന്നുള്ള കാര്യം മറന്നു പോകുന്നത്. കുർത്തിയായിരിക്കും ഇന്നത്തെ വിന്നർക്ക് സമ്മാനം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ ബ്ലൗസിൻ്റെ വീഡിയോ ആയിട്ട് വൈകുന്നേരം 7 മണിക്ക് കാണാം. താങ്ക് യു.